ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഷിഫ്റ്റ് വൈസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 സെപ്റ്റംബർ 11 ഷിഫ്റ്റ് 1 സൊല്യൂഷനാണ്. ഓൾറെഡി സെപ്റ്റംബർ 9 സെപ്റ്റംബർ 10 നടന്ന 6 ഷിഫ്റ്റിലെ എക്സാമിന്റെ മാത്സിന്റെ സൊല്യൂഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. CGL 2025 മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഈ ഒരു 24 ഇത് കഴിയുമ്പോൾ നമ്മൾ CHSLന്റെ ക്വസ്റ്റിനും ഇതിനകത്ത് തന്നെ ചെയ്യും. അതുപോലെ CPOയുടെ ക്വസ്റ്റിനും എല്ലാം എന്ത് ചെയ്യും, ഈ സീരീസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ട് ഇതിന്റെ യൂസ് നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്, ഓരോ എക്സാമിനും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വേറെ എവിടെയും ഇത് കിട്ടത്തില്ല മലയാളത്തിൽ. ഇനി ഇതേപോലെ വരാനും പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി സർക്കിൾ 2 കോഴ്സ്. അപ്പോൾ ഇതിന്റെ എല്ലാം ഏകലവ്യ ബാച്ചും അർജുന ബാച്ചും എല്ലാം കണ്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസ് ആയിട്ടുള്ളതും കാണാൻ നോക്കുക. മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ സർക്കിൾ 2 കോഡ്സ് MN ആൻഡ് PQ ഇന്റർസെക്ട് അറ്റ് O ഇഫ് MO ON OQ തന്നിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് OP ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് കോഡുകൾ അകത്ത് ഇന്റർസെക്ട് ചെയ്യുന്നു. MN ഉം PQ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് O ആണെങ്കിൽ ഇതേ ഇൻറ്റു ഇത് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത്, അതായത് PO ഇൻറ്റു OQ ഈക്വൽ ടു MO ഇൻറ്റു ON ആണ്. തന്നിട്ടുള്ള എന്താ, MO എന്ന് പറഞ്ഞാൽ 9, ON എന്ന് പറഞ്ഞാൽ 5, OQ എന്ന് പറഞ്ഞാൽ 6. ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ 9 ഇൻറ്റു 5 45 ഈക്വൽ ടു PO ഇൻറ്റു 6 ആണ്. അപ്പോൾ 45/6 ആണ് വേണ്ടത്. അല്ലെങ്കിൽ 6നെ എത്ര കൊണ്ട് കുടിച്ചാൽ 45 കിട്ടും. 6നെ 7 കൊണ്ട് കുടിച്ചാൽ 42 ആണ്. പിന്നെ 6ന്റെ പകുതി. അപ്പോൾ 6 ഇൻറ്റു 7.5. ഓപ്ഷൻ 2 ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ഇത് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക്, ഇത് അറിയാവുന്ന ഒരാൾക്ക്, പ്രോപ്പർട്ടി അറിയാവുന്ന ഒരാൾക്ക് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് MO ON ഇത് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. PQ MN ഉം PQ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇവിടെ O ആണ്. അപ്പോൾ ON MO ഇൻറ്റു ON അതായത് 45 ഡിവൈഡ് ബൈ ബാക്കി OQ 6. 45/6 എത്ര കിട്ടും? 7.5. ഓപ്ഷൻ 2 ആൻസർ കൊടുക്കാം. സ്മോളസ്റ്റ് നമ്പർ ടു ബി ആഡഡ് ടു ഇത്രയും സോ ദാറ്റ് 99 ഡിവൈഡ്സ് ആ സം എക്സാക്ട്ലി. അപ്പോൾ ഇതിനെ 99 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 990 വരാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, 99 മൾട്ടിപ്പിൾ ആണ്. അധികം 9 കിടക്കും. അപ്പോൾ നമുക്ക് എത്ര ആഡ് ചെയ്യണം സോ ദാറ്റ് ഇതിനെ 99 കൊണ്ട് ഈ നമ്പറിനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് ഫൈനൽ കിട്ടുന്ന നമ്പറിനെ 99 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി 990 ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് എത്ര ആഡ് ചെയ്യേണ്ടി വന്നേ, 99 കൂടെ കൊടുക്കേണ്ടി വന്നേ. പക്ഷെ ഇവിടെ ഓൾറെഡി 9 അവിടെ കിടപ്പുണ്ട്. നമ്മൾ എത്ര കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 90 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്ഷൻ 4 നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്ത് അതുൽ വിഷു. നിങ്ങൾക്ക് വേണ്ടി സർക്കുലർ റേസിന്റെ ഒരു അടിപൊളി ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ എന്ത് ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും. സർക്കുലർ റേസ് അല്ലെങ്കിൽ ലീനിയർ റേസ്. സർക്കുലർ റേസ് ആദ്യം ചെയ്യാം, സർക്കുലർ മോഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീനിയർ റേസ് ചെയ്യാം. വേറെ എവിടെയും പോകേണ്ട ഒരു ആവശ്യം വരത്തില്ല. പ്രോബിലിറ്റി ചെയ്തതുപോലെ പ്രോബിലിറ്റിയുടെ 3 ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയും പ്രോബിലിറ്റിക്ക് നോക്കി പോകേണ്ടി വരത്തില്ല. നിങ്ങൾ CGL മെയിൻസ് ആയിക്കോട്ടെ, അന്നേരം ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. അതുൽ ഗീവ്സ് വിഷു എ സ്റ്റാർട്ട് ഓഫ് 20 seconds in 900 meter race and beats him by 135 meter. While running the same race again, Adul gives the start of 189 meter and beats him by 8 seconds. In how much time can Vishu complete the full race of 900 meter? അപ്പോൾ ഇവിടെ നമുക്ക് വിഷുവിന്റെ സ്പീഡ് അറിയാമെങ്കിൽ നമുക്ക് ടൈം കിട്ടും. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വിഷുവിന്റെ സ്പീഡ് വേണം. വിഷുവിന്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ കേസിൽ ഇവൻ 20 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് മുന്നിൽ നിന്നു 900 മീറ്റർ റേസിൽ. അതുൽ 20 സെക്കൻഡ് കൊടുത്തിട്ടും 135 മീറ്ററിനാണ് എന്ത് ചെയ്തത്, ആര് ജയിച്ചത്? അതുൽ തന്നെ ജയിച്ചു. അപ്പൊ വിഷു 20 സെക്കൻഡും പ്ലസ് 135 മീറ്ററിന്റെ ലീഡ് എടുത്തിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല. ഇതേ കേസിൽ സെയിം റേസിൽ വൈൽ റണ്ണിംഗ് ഇൻ ദ സെയിം റേസ് എഗെയിൻ അതുൽ ഗീവ്സ് സ്റ്റാർട്ട് ഓഫ് 189. അപ്പോൾ ഇതെന്തായി, 135 എന്നുള്ളത് 189 മീറ്റർ ആയി. അതായത് അവൻ മുന്നിൽ നിൽക്കുവാണ്. പക്ഷെ 8 സെക്കൻഡിനെ തോപ്പിച്ചു. അപ്പോൾ എത്ര സെക്കൻഡിനാണ് തോറ്റത്? 8 സെക്കൻഡാണ് തോറ്റത്. ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 135 ആയിരുന്നെങ്കിൽ അവൻ 20 സെക്കൻഡ് എടുത്തേനെ. 189 ആകുമ്പോൾ 8 സെക്കൻഡ് എടുത്തു. അപ്പൊ ആ ഡിഫറൻസ് എത്ര വന്നത്? 20 സെക്കൻഡിന്റെയും 8 സെക്കൻഡിന്റെയും 12 സെക്കൻഡ് ഡിഫറൻസ് ആണ് വന്നത്. ആ 12 സെക്കൻഡിൽ ഇവരുടെ ഡിസ്റ്റൻസ് എത്രയാണ് വ്യത്യാസം വന്നത്? 189 മൈനസ് 135 എത്ര കൂടെ വേണം? 50 കൂടെ കൂടുമ്പോൾ 185 54. അപ്പോൾ 54 മീറ്റർ ആണ് 12 സെക്കൻഡിൽ അവന് ചേഞ്ച് വന്നത്. പിന്നെയാണ് അവന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് സമയത്തെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. 57/12 നമുക്ക് 9 വെച്ചിട്ടുമ്പോൾ 6 വെച്ചിട്ടുമ്പോൾ 9/2, അതായത് 9/2 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ 900 മീറ്റർ ഡിസ്റ്റൻസും ഡിവൈഡഡ് ബൈ സ്പീഡ് 9/2 ആണ്. 9/2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ വെട്ടിപ്പോയി സെക്കൻഡിൽ ആൻസർ കിട്ടും. 200 സെക്കൻഡ് ആൻസർ കിട്ടും. 200 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റും 20 സെക്കൻഡും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ പാടുപെടും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത്
ഒരു ഡിസോണസ്റ്റ് ഡീലറിന്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡിസോണസ്റ്റ് ഡീലർ മലയാളം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഡിസോണസ്റ്റ് മെർച്ചന്റ് സെൽസ് ഹിസ് ഗ്രോസറി യൂസിംഗ് വെയ്റ്റ്സ് ദാറ്റ് ആർ 12% ലെസ് ദാൻ ദ ട്രൂ വെയ്റ്റ്സ് ആൻഡ് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 10%. ഫൈൻ ദ ടോട്ടൽ ഗെയിൻ പെർസെന്റേജ്. അപ്പോൾ അയാൾ 12% ലെസ് ദാൻ ദ ട്രൂ വെയ്റ്റ്സ് ആണ് വിൽക്കുന്നത്. അതായത് 12% നമുക്ക് 3/25 എന്ന് പറയാം. പെർസെന്റേജിന്റെ കംപ്ലീറ്റ് ക്ലാസ് കേരളത്തിൽ മലയാളത്തിൽ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള 11 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്. അത് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെർസെന്റേജിൽ ഒരു പ്രശ്നമില്ല. പെർസെന്റേജ് ഇല്ലെങ്കിൽ ബാക്കി അരിത്തമെറ്റിക് ചാപ്റ്റർ ഒന്നും സെറ്റ് ആവത്തില്ല. അപ്പോൾ 12% ലെസ് എന്ന് പറഞ്ഞാൽ 25 സാധനം 25 കടക്കാരൻ ആള് വന്ന് ചോദിക്കുന്നതെങ്കിൽ അവൻ കയ്യിൽ നിന്ന് എത്ര കൊടുക്കും? 3 കുറച്ച് 22 കൊടുക്കത്തുള്ളൂ. അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന 22 രൂപയാണ്, അല്ലെങ്കിൽ 22 രൂപയുടെ സാധനമാണെങ്കിൽ കിട്ടുന്ന എത്ര രൂപയുടെ സാധനമോ? 25 രൂപ കിട്ടും. കൊടുക്കുന്ന സാധനത്തിന് 22 രൂപയുടെ സാധനം കൊടുത്താൽ 25 രൂപ കിട്ടും. അതാണ് അവിടെ ആ ഒരു ഫോൾട്ടി വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 10%. അതായത് 10 സാധനം കയ്യിൽ നിന്ന് പോയാൽ 11 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് 2 കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാം. 20 സാധനം 25, അല്ലെങ്കിൽ നമുക്ക് 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 2, 20 സാധനം 25 എങ്ങനെയാലും വയ്യ. 5 വെച്ച് കിട്ടുമ്പോൾ 2, 5 വെച്ച് കിട്ടുമ്പോൾ 5, 4 സാധനം 5-ലാണ് കൊടുക്കുന്നത്. ലാഭം എത്രയാണ്? 1 ലാഭം എത്രയില്ല? 4. ഓവറോൾ ലാഭം എന്ന് പറഞ്ഞാൽ 1/4 25%. വേഗം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം റെക്ടാംഗുലർ കോർട്ട്യാർഡ് 4 മീറ്റർ 95 സെന്റിമീറ്റർ ലോങ് ആൻഡ് 16 മീറ്റർ ഇത്രയും ബ്രോഡാണ്. ഓക്കെ, വീതിയുണ്ട്. അപ്പൊ 495 സെന്റിമീറ്റർ 4 മീറ്റർ എന്ന് പറഞ്ഞാൽ 400 മീറ്റർ ആണ്. ഇത് 1665 സെന്റിമീറ്റർ. ഇത്രയാണ് അതിന്റെ നീളവും വീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടു ബി പേവ്ഡ് വിത്ത് സ്ക്വയർ ടൈൽസ് ഓഫ് സെയിം സൈസ് ഉള്ള സ്ക്വയർ ടൈലാണ് വേണ്ടത്. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സച്ച് സ്ക്വയർ ടൈൽ റിക്വയർഡ് ടു പേവ് ദ റെക്ടാംഗുലർ കോർട്ട്യാർഡ്. ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നതാണ്. ഞാൻ വീണ്ടും പറയാം, ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളൊരു പ്രാക്ടീസ് ക്ലാസ് പോലാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എങ്ങനെ മാത്സ് പഠിക്കണം, ഏത് ക്ലാസ് എടുത്ത് പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ച ഒരാൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. എങ്ങനെ എക്സാമിന് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ 495 1665 കോമൺ ആയിട്ട് എന്ത് വേണം? ഈ സാധനം 495 ഇവിടെയാണ്, 1665 ഇവിടെയാണെങ്കിൽ ആ ടൈൽ എന്ത് ചെയ്യണം? രണ്ടിലും കോമൺ ആയിട്ട് എന്ത് ചെയ്യണം? ഇരിക്കണം. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ ടൈലിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും. ഈ 2 നമ്പറിന്റെ ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ത് വരും? നിങ്ങളത് കണ്ടുപിടിക്കുക. ഇങ്ങനെ വേണം ചെയ്യാം. വലുതിനെ ചെറുതുകൊണ്ട് ഗുണിക്കുക. വലിയ നമ്പർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ബൈ 495 ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര വട്ടം പോകും? 3 വട്ടം പോകും. 3 വട്ടം പോകും. 4 വട്ടം പോകത്തില്ല, 3 വട്ടം പോകും. എത്രയാണ്? 500 × 3 - 15 1515 1485 കിട്ടും. ഇവിടെ 0 8 5 1 180. വീണ്ടും എന്ത് ചെയ്യുക? 495 ചെയ്യുക. അങ്ങനെ 0 വരുന്നത് റിമൈൻഡർ 0 വരുന്നത് ചെയ്യുക. എത്ര? 2 വട്ടം 360. യെസ്, ഇവിടെ 35 135 ബൈ പിന്നെ 180 ഇവിടെ എടുക്കുക. ഒരു വട്ടം 135, പിന്നെ 45 വന്നു, പിന്നെ 135 ഇവിടെ വന്നു, 135 ബൈ 45 3 വട്ടം വന്നു. അതായത് എത്രയാണ്? 45. ഇവിടെ 0 വരണം. റിമൈൻഡർ 0 വരണം. അപ്പോൾ എത്രയാണ്? 45 ആണ്. എൻ്റെ അർത്ഥം എന്താ? ഇതിനെ രണ്ടിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. 45 സെന്റിമീറ്റർ അല്ലെങ്കിൽ 45 സെന്റിമീറ്റർ ഉള്ള ടൈല് വെച്ചാലേ എന്ത് ചെയ്തോളൂ? ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യൂ, ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട എന്താ? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സച്ച് ടൈൽ. ലീസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചത് കൊണ്ട് എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ കുറെ കോമൺ ഫാക്ടറുകളാണ്. ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളൂ? ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽ എടുക്കും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഏരിയ 495 × 1665 ആണ് ടോട്ടൽ ഈ ഒരു സ്ഥലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ഒരു ടൈലിന്റെ ഏരിയ എത്രയാണ്? 45 × 45. ടൈലിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിന്റെ സ്ക്വയർ ആണ്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടൈൽസ്. ഇങ്ങനെ എത്ര എണ്ണം വേണം? 45 വെട്ടുമ്പോൾ ഇവിടെ 1 45/40 11 വരും. ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 17. ഇത് 11ന്റെ അല്ല, ഇത് 11ന്റെ ആണ്. 13ന്റെ അല്ല, 11ന്റെ അല്ല, 11 - 8 11ന്റെ ആണ്. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ 11ന്റെ മൾട്ടിപ്പിൾ. അല്ലെങ്കിൽ യൂണിറ്റ് എത്ര വരും? ഇത് വേണമെങ്കിൽ 45 ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയസ് സർക്കുലർ ട്രാക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ലെവലിംഗ് ദ ട്രാക്ക് ആയിട്ട് 28 per meter square. 28 മീറ്റർ, ഒരു മീറ്ററിൽ 28 വെച്ച് 28 ഇൻറ്റു എത്ര മീറ്റർ സ്ക്വയർ? അതിന്റെ ഏരിയ വേണം. ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കുലർ ട്രാക്കിന്റെ ഏരിയ ആണ്. സർക്കുലർ ട്രാക്കിന്റെ ഏരിയ ആണ്. ട്രാക്കിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിങ്ങിന്റെ ഏരിയ. പൈ r സ്ക്വയർ. ഇവിടെ r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റീരിയർ റേഡിയസ് ഉണ്ട്, ഔട്ടർ റേഡിയസ് ഉണ്ട്. 28 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b × a - b. 28 25 53 ഇൻറ്റു 3. അപ്പൊ നമുക്ക് ഇവിടെ 7നെ വെട്ടാൻ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. യൂണിറ്റിൽ നോക്കാം. 53 9 18 8 4 32. 2ൽ അവസാനിക്കും, 2ൽ അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 4 മാത്രം. ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഏരിയ ഓഫ് എ റിംഗ്, ഏരിയ ഓഫ് ഇങ്ങനെ ഒരു പോർഷൻ ആയിരിക്കും. പൈ ഇൻറ്റു r സ്ക്വയർ മൈനസ് r സ്ക്വയർ ഇൻറ്റു പൈ ഇൻറ്റു r സ്ക്വയർ മൈനസ് r സ്ക്വയർ. യെസ്, പൈ 22/7 ആണ്. 2 പൈപ്പ് ഉണ്ട്. ടുഗദർ ദേ ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 15 minutes. ഇഫ് 1 പൈപ്പ്, ഒരു പൈപ്പിന് ക്യാൻ ഫിൽ ദ ടാങ്ക് അലോൺ ഇൻ 1.5 times ഫാസ്റ്റ് ആസ് അതർ. അപ്പൊ ഇന്ന് നോക്കേ, ടുഗദർ 2 പൈപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഇതെന്തായി? 1.5 times ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി റേഷ്യോ.
എ എന്ന് പറഞ്ഞ പൈപ്പും ബി എന്ന് പറഞ്ഞ പൈപ്പും ആണെങ്കിൽ ഒരെണ്ണത്തിന് 1 പൈപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 1.5 ടൈംസ് ഫാസ്റ്റ് ആസ് അത്. ഇവിടെ ഒന്നാണെങ്കിൽ ഇത് 1.5, രണ്ടാണെങ്കിൽ ഇത് 3. എഫിഷ്യൻസി എന്ത് കിട്ടും? ഇതിന്റെ 1.5 ടൈമാണ് 3 എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഇവന്റെ എഫിഷ്യൻസി 3, ഇവന്റെ 2 കിട്ടും. അപ്പൊ ദേ ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 50 മിനിറ്റ്സ്. ഇപ്പൊ രണ്ടുപേരും ടുഗദർ ആണെങ്കിൽ 3 2 5 എഫിഷ്യൻസി വെച്ച് 15 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഫാസ്റ്റർ പൈപ്പ് അലോൺ ക്യാൻ ഫിൽ ദ ടാങ്ക്. ഫാസ്റ്റർ പൈപ്പ് എന്ന് പറഞ്ഞാൽ 11 ആണ്. എഫിഷ്യൻസി കൂടുതലുള്ളതാണ് ഫാസ്റ്റർ എന്ന് പറയുന്നത്. ബൈ 3 ചെയ്യാം, 5 × 5 25 മിനിറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പൈച്ചാട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ നോക്കണ്ട, ഇവിടെ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കും. In BCom there are 60% girls and BSc computer science there are 40% boys. The total number of girls who took admission in BSc computer science and BCom courses, what percentage of the total students admitted to the university? അപ്പോൾ ടോട്ടൽ 100%, 100 കുട്ടികളാണുള്ളെങ്കിൽ 13 20 അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ബികോമിൽ ആരാ? ബികോമിൽ 20%, 20 100 ഉണ്ടെങ്കിൽ 20 പേരാണ് ആരാണ് എടുത്തിട്ടുള്ളത്. 20 പേരാണ് നമ്മുടെ ടോട്ടൽ ഉള്ളത്. അതിൽ 60% ഗേൾസ് ആണ്. അപ്പൊ 20ന്റെ 60%, 20ന്റെ 60% 12 ഗേൾസ് അവിടെ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിലോ 40% ബോയ്സ് ആണ്. 40% ബോയ്സ് ആണെങ്കിൽ ബാക്കി 60% ഗേൾസ് ആയിരിക്കും. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസിൽ ടോട്ടൽ 100ൽ 25 പേര് എന്താണ്? കമ്പ്യൂട്ടർ സയൻസിലുള്ളവരാണ്. ഇതിന്റെ 60%, 10% 2.5 ആണ്. 60% 2.5 × 6 15. അപ്പോൾ 12 15 27 പേരാണ് ടോട്ടൽ 100ലുള്ളത്. അതായത് എത്ര ശതമാനമാണ്? 27% ആൾക്കാരാണ് എന്ത് ചെയ്തത്? ഗേൾസ് കേട്ടോ. അപ്പൊ ഇത് മേളത്തുള്ള കാര്യം നമ്മൾ വായിച്ചതേ ഇല്ല. അടുത്ത കണ്ടിട്ട് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. Out of the number of qualified students from state X in 2010, the ratio of the male to female 5:7 ആണ്. If the number of female qualified in candidate X in 2010 is 128, female qualified candidates from state X in 2010 is 128, then what is the number of appeared candidate from state X in 2010? അപ്പം appeared candidates വേണം, മെയിലിന്റെ ഫീമെയിലിന്റെ എണ്ണം വേണം 2010 നമ്മുടെ സ്റ്റേറ്റ് എക്സിൽ. അപ്പൊ ഇവിടെ നോക്കേ, ഔട്ട് ഓഫ് ദ നമ്പർ ഓഫ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആണ് ഇത്. അപ്പിയർഡ് സ്റ്റുഡൻസ്, ഇത് പെർസെന്റേജ് ഓഫ് ക്വാളിഫൈഡ്. അപ്പോൾ ഔട്ട് ഓഫ് ദ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫ്രം സ്റ്റേറ്റ് എക്സ് ഇൻ 2010 റേഷ്യോ മെയിൽ ടു ഫീമെയിൽ. ക്വാളിഫൈഡിൽ 2010 ക്വാളിഫൈ ആയ കുട്ടികളിൽ 5:7 റേഷ്യോ ഇരിക്കുന്നത്. പെർസെന്റേജ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് 5:7. ദ നമ്പർ ഓഫ് ഫീമെയിൽ ക്വാളിഫൈഡ് ഫ്രം സ്റ്റേറ്റ് എക്സ്. അപ്പോൾ ഇത് ക്വാളിഫൈഡിന്റെ റേഷ്യോ ആണ്, ഇത് ക്വാളിഫൈഡിന്റെ നമ്പർ ആണ്. അപ്പൊ ഇവിടെ നോക്ക്, മെയിൽ ടു ഫീമെയിലിനെയാണ് 7 യൂണിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. 7 168 ആണെങ്കിൽ 12, ടോട്ടൽ 5ഉം 7ഉം 12 ടോട്ടൽ കുട്ടികൾ ക്വാളിഫൈ ആയത്. 7ന്റെ വാല്യൂ 168 ആണെങ്കിൽ 24 × 7 ആണ്. അപ്പൊ 12 എന്തുകൊണ്ട് 24 × 7 പെട്ടെന്ന് കിട്ടി? ഡെയിലി കാൽക്കുലേഷന്റെ എക്സസൈസ് ചെയ്യുക, എങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പൊ 12 × 24 ടോട്ടൽ 24. 12 × 24 ടോട്ടൽ ക്വാളിഫൈഡ് ആയ കുട്ടികൾ. അപ്പൊ നമുക്ക് എന്താ പറയുക? വടിച്ച നമ്പർ അപ്പിയർഡ് കാൻഡിഡേറ്റ്സ്. അപ്പിയർഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസെന്റേജ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് അപ്പിയർ കാൻഡിഡേറ്റിന്റെ 60%. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിഫൈഡ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടോട്ടലിന്റെ 60%. 100% കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ അപ്പിയർഡ് കുട്ടികൾ കിട്ടും. അപ്പോൾ വാട്ട് ഈസ് എ നമ്പർ ഓഫ് അപ്പിയർഡ് കാൻഡിഡേറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കൊണ്ട് വീഴുമ്പോൾ 4, 12 4 48, 480. അപ്പോൾ കൺസെപ്റ്റ്, പെർസെന്റേജിന്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൃദുല സ്റ്റാർട്ട്സ് ഹർ ജോബ് വിത്ത് എ സർട്ടൻ മന്ത്ലി സാലറി ആൻഡ് ഇറ്റ്സ് എ ഫിക്സ്ഡ് ഇൻക്രിമെന്റ് എവരി ഇയർ. ഒരു ഫിക്സ്ഡ് ഇൻക്രിമെന്റ് ആണ് എല്ലാ വർഷവും. സാലറി വാസ് ഇത്രയും ആഫ്റ്റർ 6 years ഓഫ് സർവീസ് ആൻഡ് ഇത്രയും ആഫ്റ്റർ 15 years. അതായത് 6 വർഷം മുതൽ 15 വർഷം വരെ 9 വർഷം കൊണ്ട് അവർക്ക് കൂടി എത്ര രൂപയാണ്? ഡിഫറൻസ് എടുക്കുക, വലുതും ചേർത്ത് കുറയ്ക്കുക. 7 9 7 9, അടുത്ത 9 5, 12 8 4 4 2 2, ഇത്രയാണ് കൂടിയത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്രയാണ് ചോദിച്ചത്? 2 തുടങ്ങുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്, ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. അടുത്ത, ഇൻ ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ അറ്റ് സി കാണുമ്പോൾ തന്നെ വരയ്ക്കുക. ABC. ഓക്കെ, ABC റൈറ്റ് ആംഗിൾ അറ്റ് സി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? A √3 ആണ്. എയുടെ വാല്യൂ, ടാനയുടെ വാല്യൂ √3 ആണ്. അത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഇത് √3 ആണ്. √3 ആണെങ്കിൽ ഇത് എത്ര വന്നേ പറ്റൂ? 60 ആയേ പറ്റൂ. ഇത് 30 ആയേ പറ്റൂ. ഇത് 2 ആയേ പറ്റൂ. 30 60 90 ട്രയാങ്കിൾ ആണ്. വാല്യൂ ഓഫ് സൈൻ എ കോസ് ബി പ്ലസ് കോട്ട് എ പ്ലസ് ബി. കോട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നോക്ക്, ഇത് എയും ഇത് ബിയും ആണ്. ഓൾറെഡി ഇത് 90 ആണെങ്കിൽ എ പ്ലസ് ബി എത്ര ആയിരിക്കും? ബാക്കി 90 ആയിരിക്കും. കാര്യം ടോട്ടൽ 180 ആയിരുന്നു. അപ്പോൾ എ പ്ലസ് ബി 90 ആണെങ്കിൽ കോട്ട് എ പ്ലസ് ബി, കോട്ട് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ഈ പ്രോഡക്റ്റിനകത്ത് 0 വരുന്നുണ്ട്. ആൻസർ ഒരു 0 വരും. ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അടുത്ത, ഒരു ഇലക്ഷനിൽ പി ക്യൂ ഉണ്ട്. പിക്ക് 73% ടോട്ടൽ വാലിഡ് വോട്ട് കിട്ടി. ഇത് ടോട്ടൽ വോട്ട്സ് ഓഫ് ഇലക്ടറേറ്റ് ഇത്രയാണ്. ദെൻ വാട്ട് ഇസ് എ നമ്പർ ഓഫ് വാലിഡ് വോട്ട് ക്യൂ വോട്ട് ഇഫ് 10% ഓഫ് വോട്ട് ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട് ആൻഡ് 15% ഓഫ് ദ വോട്ട് ഹോൾഡ് വെയർ ഡിക്ലെയർഡ് ഇൻവാലിഡ്. അപ്പോൾ കുറച്ച് പേരെയും ക്വസ്റ്റ്യൻ ഒന്ന് പെതുക്കെ വായിക്കണമെന്ന് ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ എ ലെവൽ ബാച്ച് കാണുക. അതിൽ ഓൾറെഡി പെർസെന്റേജ് ഫുള്ള് ഇലക്ഷൻ ഫുള്ള് പഠിപ്പിച്ചാണ്. അത് പഠിക്കാതെ നമ്മൾ ഈ ഒരു മോക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചൊന്ന് സെറ്റായിട്ട് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്, 75 60 30 ആൾക്കാരുണ്ട്. ഇതിൽ നമുക്ക് ക്യൂവിന് കിട്ടിയ വാലിഡ് വോട്ടാണ്. ഇതിനകത്ത് 10% വോട്ടർ എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല. ഇതിന്റെ 90% വോട്ട് ചെയ്തോളൂ.
അതിൽ 15% ഇൻവാലിഡ് ആയിരുന്നു. അതിന്റെ 85% മാത്രമേ എന്തുള്ളൂ വാലിഡ് ആയിട്ടുള്ളൂ. അതിൽ 78% ആർക്ക് കിട്ടിയേ? ആ കിട്ടിയ വാലിഡ് വോട്ടിലാണ് പീക്ക് കിട്ടിയത് 78%. ടോട്ടൽ വാലിഡ് വോട്ടിന്റെ 78% പീക്ക് കിട്ടിയാൽ ടോട്ടൽ വാലിഡ് വോട്ടിന്റെ ബാക്കി 22% മാത്രമേ ആർക്ക് കിട്ടിയുള്ളൂ, നമുക്ക് ക്യൂവിന് കിട്ടിയുള്ളൂ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ആൻസറിനകത്ത് ആര് കാണും? 11 കാണും. പിന്നെ യൂണിറ്റ് വേണമെങ്കിൽ നോക്കാം. നമുക്ക് 4-0, ഇവിടുത്തെ 4-0, ഇവിടുത്തെ 4-0 പോയി. 10 വേണമെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ 5 എടുത്തു, ഇവിടെ ഇതും എടുത്തു. യൂണിറ്റ് നോക്കാം. 7, 3, 3, 18. 8 അവസാനിക്കുന്ന ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, സമയം ഒരുപാട് വേസ്റ്റ് ചെയ്തേ ഉള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ ചാനൽ കണ്ടുള്ളവർക്ക് അറിയാം. ഗ്രൂപ്പ് ഓഫ് 30 സ്റ്റുഡൻസിൽ ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻസ് 62 ആൻഡ് റെസ്റ്റ് ഈസ് 62. അപ്പോൾ ഇവിടെ നമുക്ക് അലിഗേഷൻ ചെയ്യാം. 12 കുട്ടികൾ 62 ആണ്. ടോട്ടൽ 30 പേരുണ്ടെങ്കിൽ ഇവിടെ 18 കുട്ടികളുണ്ട്. ബാക്കി അവരുടെയും 62. ഇതെല്ലാം 62 ആണെങ്കിൽ നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ റേഷ്യോ ആണെങ്കിൽ എടുത്താൽ സെയിം 62 തന്നെ ആയിരിക്കും. കാര്യം എന്തുകൊണ്ടാ? ഇവിടെ നിങ്ങൾ 6 വെച്ച് കിട്ടി 2:3 എഴുതിയാലും 2×62 വെയിറ്റഡ് ആവറേജ് 3×62 എന്ന് പറഞ്ഞാൽ 5×62 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ സം ബൈ 5 നമുക്ക് എത്ര കിട്ടും? 62 കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം വായിക്കുക. വാട്ട് ആർ ദ ഈ 5 ഷിഫ്റ്റ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഫുൾ ഷിഫ്റ്റുകളും ചെയ്താലോ? എന്നാലോചിച്ച് നോക്ക്. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വാട്ട് ആർ ദ ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഓൾ 5 സ്റ്റുഡൻസ് ഇൻ മാത്സിന്റെ ആവറേജ് വേണം. അപ്പോൾ ഇങ്ങനെ കൂട്ടാം. 7, 15, 24, 33, 40, 410, 415, 415 ബൈ 1, 2, 3, 4, 5, 215 ബൈ 5, 405, 80, പിന്നെ 15 ബൈ 5, 3, 83. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിവിഷൻ പ്രോബ്ലത്തിൽ ഡിവൈസർ 4 times ഓഫ് കോഷ്യന്റ് ആൻഡ് 2 times റിമൈൻഡർ. റിമൈൻഡർ എത്രയാണെങ്കിൽ ഫൈൻഡ് ദ ഡിവിഡൻഡ്. അപ്പോൾ നമുക്കറിയാം ഡിവൈഡൻഡ് എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ്. അപ്പോൾ റിമൈൻഡർ 32 ആണെങ്കിൽ ഡിവൈസർ 4 times കോഷ്യന്റ് ആൻഡ് 2 times റിമൈൻഡർ. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡിവൈസർ 4 times കോഷ്യന്റ് ആൻഡ് 2 times റിമൈൻഡർ. അതായത് 32, 64 ആണ്. 64 ഇൻറ്റു ഇനി കോഷ്യന്റ് വേണം. അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ കോഷ്യന്റിന് 4 മടങ്ങാന്ന് പറയുന്നു. അപ്പോൾ കോഷ്യന്റ് എത്ര വരും? 16 വരും. 62, 16 പ്ലസ് 32, 64, 24, 2 യൂണിറ്റ് എത്ര വരും? 6 വരും. ഓപ്ഷൻ 3. യൂണിറ്റ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. പെരിമീറ്റർ ഓഫ് എൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ 36 ആണ്. അപ്പോൾ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതേ ബൈ 3, 12 ആണ്. ഏരിയ അപ്പോൾ 2 യൂണിറ്റ് ആണ് നമ്മളുടെ സൈഡ് എങ്കിൽ √3 യൂണിറ്റ് ആണ് നമ്മളുടെ ആ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ജോമെട്രിയിൽ പഠിപ്പിച്ചാണ്. ഇതിനെ 2നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ √3 എന്ത് ഗുണിക്കണം? 6ന്റെ സ്ക്വയർ 36 ഗുണിക്കണം 36 √3. ഇത് പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം 36 ആണെങ്കിൽ 12 ആണ് സൈഡ്. 2 സൈഡിന് √3 യൂണിറ്റ് ആണ്. 2നെ 6 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ √3 എന്ത് ചെയ്യണം? 36 കൊണ്ട് 36 √3 പെൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുക. റോംബസ് ABCഡിൽ O is an interior point such that OA യും OC ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റോംബസ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ. O എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ പോയിന്റ് ആണ്. OA ABCDയില് OA ഈക്വൽ ടു OC. OAയും OC ഈക്വൽ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? OA ഈക്വൽ ടു OC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഒരു റോംബസിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. 90 ഡിഗ്രിയിൽ ബൈസെക്ട് ചെയ്യും. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? O എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ആ ഒരു ഡയഗണലിൽ കൂട്ടി കിട്ടുന്ന പോയിന്റ് ആണ്. വാട്ട് ഇസ് എ ഡിഗ്രി മെഷർ ഓഫ് DOB? DOB എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഓക്കെ, വാട്ട് ഇസ് 5/9 ഡിഗ്രി ഓഫ് DOB? DOB എന്ന് പറഞ്ഞാൽ എന്താ? 90, 180 ആണ്. 180യുടെ 5/9 എന്നുവെച്ചാൽ 20 × 5 100. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത A sin cube x plus B cos cube x ന്റെ വാല്യൂ sin x cos x. A sin x ന്റെ വാല്യൂ B cos x. ഫൈൻഡ് ദ വാല്യൂ ഓഫ് A square plus B square. A square plus B squareന്റെ വാല്യൂ ആണ് വേണ്ടത്. പ്രൊവൈഡ് ദാറ്റ് അത് എന്തല്ല 0 അല്ല, എക്സിന് 0 അല്ല 90 അല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? A sin x ന്റെ വാല്യൂ B cos x അത് ഇവിടെ കൊടുക്കാം. A sin x ന്റെ വാല്യൂ B cos x ആണ്. അപ്പോൾ ഞാനിവിടെ sin x ന്റെ സ്ക്വയർ sin സ്ക്വയർ x മാറ്റി നിർത്തി ബാക്കി A sin x ന്റെ വാല്യൂ എന്ത് കൊടുത്തു? B cos x കൊടുത്തു. ഇവിടെയും B cos cube x പ്ലസ് B cos cube x കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ളത് B cos x കോമൺ എടുത്തു. ബാക്കി എന്തൊരു? സൈൻ സ്ക്വയറും ഇവിടെ കോസ് സ്ക്വയറും വരും. B cos x കോസ് സ്ക്വയർ വരും. ഈക്വൽ ടു സൈൻ കോസ് വന്നു. ഇത് 1 ആണ്. സൈൻ സ്ക്വയർ x പ്ലസ് കോസ് സ്ക്വയർ x. ഇപ്പോൾ കോസും പോയി. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ x ആണ്. ബിയുടെ വാല്യൂ സൈൻ x എടുത്ത് ഇവിടെ കൊടുക്കാം. ബിയുടെ വാല്യൂ സൈൻ x ഇവിടെ കൊടുക്കാം. ബിയുടെ വാല്യൂ സൈൻ x കൊടുത്തു കഴിഞ്ഞാൽ സൈൻ x പോയി എയുടെ വാല്യൂ കോസ് x കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? A square plus B square ആണ്. A cos square കിട്ടും. A square cos square കിട്ടും. B square sin square കിട്ടും. cos square θ plus sin square θ 1 ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. യെസ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ sin x by cos x A by B എന്ന് പറഞ്ഞാൽ cos x by sin x അങ്ങനെ ചെയ്യാം. A by B equal to cos by sin ആണ്. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. A square എന്ന് പറഞ്ഞാൽ cos square x plus sin square x. അതായത് ഇവിടെ 1 തന്നെ വരുന്നത്. ഇത് പ്രശ്നമുണ്ട്. ബാർ ഗ്രാഫ് ആണ്. എന്തോ ആയിക്കോട്ടെ. കമ്പൈൻഡ് ആവറേജ് പ്രൊഡക്ഷൻ ഓഫ്
4 years of companies A and C is what percentage more or less than the combined average production of 4 years of company B and B. അപ്പോൾ കമ്പൈൻഡ് ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യത്തെ ആവറേജും പിന്നെ മറ്റേ ആവറേജും പിന്നെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം കമ്പനി എ 4 years കമ്പനി എ ആൻഡ് സി ഇൻ 4 years 4 വർഷത്തെ വേണം എയുടെയും സിയുടെയും. അപ്പോൾ എയുടെ ആദ്യം നോക്കാം ആവറേജ് എത്ര നോക്കാം, എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്യണം. എയുടെ ആവറേജ് എത്ര 60, 150, 290, 490, 510. 510 ഡിവൈഡ് ബൈ 4 ഇതാണ് എയുടെ ആവറേജ്. ഇതിനെ പിന്നെ കമ്പൈൻ ചെയ്യണം. ഇത് എയുടെ ആവറേജ്. പിന്നെ ബിയുടെ ആവറേജ് എത്ര, ബി 70, 170, 320, 530. 530 ബൈ 4 ഇതിന്റെ ആവറേജ്. ഇതിനെ കമ്പൈൻ ചെയ്യണം. അപ്പൊ ഇതിന്റെ ആവറേജ് ഇത് രണ്ടും കൂട്ടിയിട്ട് പിന്നെ പകുതി എടുക്കണം. അതായത് 510, 530, 1040 ബൈ 4 ആണ് വരുന്നത്. അതിനകത്ത് ഒന്നുകൂടെ ആവറേജ് എടുക്കാം. മനസ്സിലായി? അതാണ് കമ്പൈൻഡ് ആവറേജ്. അതാണ് കുറെ പേർക്ക് തെറ്റുന്നത് ഈ ക്വസ്റ്റ്യൻ. കമ്പൈൻഡ് ആവറേജ് വെറും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ, രണ്ടുപേരും ടോട്ടൽ ആവറേജിൽ എടുക്കാൻ പറഞ്ഞു. ഇതിന്റെ ആവറേജ് എടുത്തു, ഇതിന്റെ ആവറേജ് എടുത്തു. അപ്പൊ ഇതൊരു വാല്യൂ കിട്ടും, ഇതൊരു വാല്യൂ കിട്ടും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് മൊത്തത്തിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 104 ഇതാണ് നമ്മുടെ ആദ്യത്തെ ആവറേജ്. കുഴപ്പമില്ല, രണ്ടിടത്ത് കമ്പൈൻഡ് ആവറേജ് ആയതുകൊണ്ട് പെർസെൻറ്റേജുകൾ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബൈ 4 എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതൊക്കെ എത്ര പേര് ഇങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടത് കമ്പൈൻഡ് ആവറേജ് എയുടെയും സിയുടെയും വാട്ട് പെർസെൻറ്റേജ് മോറോ ലെസ് ദാൻ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വന്നത് 1040 ആണ്. ബൈ സംതിങ് ആണ്, അതേ സാധനം തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്. റേഷ്യോ എടുത്താൽ മതി പെർസെൻറ്റേജ്. മോറോ ലെസ് ദാൻ കമ്പൈൻഡ് ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് 4 years. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞില്ല. ക്ലാസ് കണ്ടവർക്ക് ഇത് മനസ്സിലാവും. ബേസ് ലെവലിൽ നല്ല ലെവലിൽ കണ്ടവർക്ക് ഇത് മനസ്സിലാവും. കമ്പൈൻഡ് ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് 4 years ഓഫ് കമ്പനി ബി ആൻഡ് ഡി. ഇപ്പൊ ബി ആൻഡ് ഡിയുടെ നോക്കാം. ഓക്കെ, എ ആൻഡ് സി ആയിരുന്നു, സോറി. എ ആൻഡ് സി ആയിരുന്നു. എല്ലാത്തിനും സമ്മ വേണ്ടി വരും. 530 എന്തിനായിരുന്നു കണ്ടുപിടിച്ചത്, ബിയുടെ ആണ് കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ എയുടെ സമ്മ് നമുക്ക് അങ്ങനെ ചെയ്യാം. എയുടെ സമ്മ് എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. ബിയുടെ സമ്മല്ലെങ്കിൽ ഞാൻ 530 കണ്ടുപിടിച്ചാൽ മതി. സിയുടെ സമ്മ എത്ര കിട്ടും, 50, 240, 320, 50, 240, 420, 670. 670 വന്നു. ഡിയുടെ എന്ത് വരും സമ്മ 120. ഇങ്ങനെ ചെയ്യാം. 290, 490, 690, 60, 750. ആരെയൊക്കെ വേണ്ടുന്നത്, എയുടെയും സിയുടെയും. 510, 670. യെസ്, 510, 670, 1180. 1180 അത് ലെസ് ദാൻ ആരുടെയാണ്, ബി ആൻഡ് ഡി. ബിയുടെയും ഡിയുടെ 1280. 1280 കാൽക്കുലേഷൻ നോക്കണം. അപ്പൊ ഇത് എത്ര കിട്ടും നമുക്ക്, 64 എത്രയായി, 59. എത്ര കുറയുന്നത്, 5 കുറയുന്നു. എത്രല്ല, 64. 5 കുറയുന്ന 60 65 ആയിരുന്നെങ്കിൽ 1/13 വന്നെ. 1/13 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ എന്തായാലും കുറവാണ്, ലെസ് ആണ്. അപ്പൊ മോറല്ല ലെസ് ആയിട്ടുള്ളത് എത്രയാണ്, 7 പോയിന്റ് സംതിങ്. നല്ല കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സമ്മ് മാത്രം എടുത്തെന്ന് പറയട്ടെ, കമ്പൈൻഡ് ആവറേജ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇവിടെ നിന്ന് അതേ വാല്യൂ തന്നെ ആയിരിക്കും, അടി വരുന്ന സാധനം തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഇതിന്റെ കമ്പൈൻഡ് ആവറേജ് ആണ്. അതുകൊണ്ട് റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്ത് വേണ്ട, അത് ക്യാൻസൽ ആയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പെർസെൻറ്റേജ് പഠിച്ച ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജ് എടുക്കുമ്പോൾ എന്ത് മതി, റേഷ്യോ മതി. അല്ലാത്തൊരു പരീക്ഷ എഴുതിയവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ നേരത്തെ ഞാൻ പറയുന്നത് പരീക്ഷ ഒന്ന് എഴുതി നോക്കണം, മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റിനും മാറി ഇരിക്കും കണ്ടോ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് സം ഓഫ് ഇത്രയും ലെൻഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇതിലായിട്ട് 14% per annum for the times in those many years which gives a simple interest for 3/5 of the certain sum at 10%. ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് കുറച്ച് ആംബിഗ്യൂറ്റി ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മാർക്കറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ 16,000 തന്നെ നമുക്ക് ആ certain sum ആയിട്ട് എടുക്കും. അപ്പോൾ 16,000 രൂപയ്ക്ക് 14% ഇൻട്രസ്റ്റ് വേണം. ടൈം പറയുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്, ടൈം ഇൻ ദോസ് മെനി ഇയേഴ്സ് വിച്ച് ഗിവ്സ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 3/5 ഓഫ് എ certain sum. അതായത് ഇതിന്റെ 3/5 ഇതേ ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 32 × 5 ആണ് 360. അപ്പൊ 32 2 32 3200 ആണ്. ബൈ 5 ചെയ്യുമ്പോൾ അത് ഇൻറ്റു 3 9600. 9600 രൂപ 10% ഇൻ ഹൗ മെനി ഇയേഴ്സ് വിച്ച് ഗിവ്സ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 3/5 ഓഫ് ദ സർട്ടൻ സം അറ്റ് 10% per annum. അപ്പോൾ 10% റേറ്റ് ആണെങ്കിൽ ഒരു വർഷം ഇതിന് എത്ര കിട്ടും, 1600 കിട്ടും. 1600 വെച്ച് 9600 ആവാൻ 16 × 6 ആണ്. 6 വർഷമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈം എത്രയാണ്, ടൈം 6 ആണ്. ഇത് ക്വസ്റ്റിനകത്ത് കുറച്ച് ആ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ആൻസർ എന്ത് കിട്ടും, 14% വെച്ച് 6 വർഷം. 14 6 84. ഇതിന്റെ 84% വേണം. 1% 160 ആണ്, ഒരു 0 കിടക്കും. പിന്നെ 84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 4 24. 4 0 അവസാനിക്കും. ഓപ്ഷൻ
കാൽക്കുലേഷൻ ഇതാണ് കാൽക്കുലേഷൻ. ബാക്കി നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം കാൽക്കുലേഷൻ ചെയ്തു, ഞാൻ എത്രത്തോളം ചെയ്യുന്നു എന്ന് മനസ്സിലാവും. എക്സ് പ്ലസ് 1/x തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1/x. എക്സ് പ്ലസ് 1/x തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് പ്ലസ് 1/x k ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x കെ ക്യൂബ് മൈനസ് 3k ആണ്. ഇതിന്റെ ക്യൂബ് -3k. അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 1/x കിട്ടും, കെ ക്യൂബ് മൈനസ് 3k. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ഇതിനെ എക്സ് മൈനസ് 1/x കണ്ടുപിടിക്കും. അങ്ങനെ ഒന്നും ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നേ എക്സ് മൈനസ് 1/x കണ്ടുപിടിക്കുന്നതായിരിക്കും ഏതെങ്കിലും കണ്ടുപിടിക്കും. കെ ക്യൂബ് അല്ലെങ്കിൽ കെ ക്യൂബ് 2ന്റെ ക്യൂബ് 8. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം മറ്റേതായിരിക്കും. ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എക്സ് പ്ലസ് 1/x അറിയെങ്കിൽ എക്സ് മൈനസ് 1/x കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. √k² - 4. ഇതിന്റെ സ്ക്വയർ എടുക്കുക. ഇത് കെ ആണെങ്കിൽ ഇതിന്റെ സ്ക്വയർ 4 × 10 40 ഇതാണ് -4. അതായത് 36 എന്ന് പറഞ്ഞാൽ √36 6 വരും. എക്സ് മൈനസ് 1/x ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1/3 എക്സ് ക്യൂബ് കെ ക്യൂബ്. എക്സ് മൈനസ് 1/x കെ ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1/3 കെ ക്യൂബ് പ്ലസ് 3k ആണ്. 6ന്റെ സ്ക്വയർ 216 പ്ലസ് 18 234. ഈസി ആയിട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കൺസെപ്റ്റ് പഠിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇത് സീക് 35 കൊസീക് 55. സീക് a + b 90 ആണെങ്കിൽ സീക് കെ എന്ന് പറഞ്ഞാൽ കൊസീക് ബി ആയിരിക്കും. അപ്പോൾ സീക് 35 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? കൊസീക് 55 എന്നാണ്. ഇത് 1 സെയിം ആണ്. cos 25 sin 65. a + b 90 ആണെങ്കിൽ cos a = sin b ആണ്. ഇതും 1 1 ആണ്. 1 - 1 0. ഈസി ആയിട്ട് ചെയ്യാം. സോൾവ് a set of 3 equation to get the value of unknowns. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം? കുറേ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഓപ്ഷൻ ഇട്ട് നോക്കാം. എക്സിന് 0 കൊടുത്തു, ഇസഡിന് 2 കൊടുത്തു. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല. എക്സിന് 2 കൊടുത്തു, ഇസഡിന് -1 കൊടുത്തു. 2 + -2 0 വരും. ഇതും സാറ്റിസ്ഫൈ ചെയ്തില്ല. എക്സിന് -1 കൊടുത്തു, ഇസഡിന് 2 കൊടുത്തു. അപ്പോൾ എന്താ വരും? -1 + 4 3 സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ എക്സിന് -1 കൊടുത്തു, ഇസഡിന് 0 കൊടുത്തു. -1 + 0 3 വരത്തില്ല. അപ്പോൾ 3 ഓപ്ഷനും ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല. ഫസ്റ്റ് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 3 ആൻസർ ഉണ്ട്. അതല്ലാതെ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഓരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. 3 ഇക്വേഷനും 3 വേരിയബിൾ ആണ്. ഓരോന്നായിട്ട് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് എക്സിനെ മാറ്റി, ഇതിനകത്ത് രണ്ടിൽ എക്സിനെ മാറ്റിയിട്ട് ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ടൈം വേസ്റ്റ് ആണ്. ഷോപ്കീപ്പർ ഓൺ ദ ഓഫ് ദീപാവലി allowed a series of discount on television set. Find the selling price of a television set if the market price of television ഇത്രയാണ്, സക്സീവ് ഡിസ്കൗണ്ട് ഇത്രയാണ്. അപ്പോൾ നമുക്ക് ആദ്യം 15% കുറയ്ക്കാം. ഇതിന്റെ 10% 120 ആണ്, 5% 60 ആണ്. അങ്ങനെ 180 കുറച്ച് 180 കുറച്ച് കഴിഞ്ഞാൽ 1020. പിന്നെ 10%. അതൊന്ന് 102 കുറയ്ക്കുക. 102 കുറയ്ക്കുന്നതുകൊണ്ട് എത്രയാണ്? 10 × 2 പോയാൽ 8. 8 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ മാത്രം. അപ്പോൾ ഇത് ആണ് മാക്സ് എന്നത്. ഇതാണ് കോമ്പറ്റീറ്റീവ് മാക്സ് എന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവും. സം ഓഫ് മണി PQRSന് പ്രപ്പോർഷൻ ഇത്രയാണ്. Q gets 520 more than R. അപ്പോൾ PQRS ആണ്. Q gets 520 more than R. അപ്പോൾ ഈ 7ന്റെ വാല്യൂണ് 560. 7 560 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എത്ര ആണെങ്കിൽ 80 ആണ്. 80 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ദ ഷെയർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസിന്റെ വാല്യൂ എത്രയാണോ അതിന് 80 കൊണ്ട് ഗുണിക്കാം. 3 × 80 240. അപ്പോൾ എത്ര സമയം എടുത്തെന്ന് എനിക്കറിയില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 25 ക്വസ്റ്റിന് നിങ്ങൾ ശരിയാക്കാം. ആ ലെവലിൽ പഠിക്കണം. അപ്പോൾ സ്ട്രാറ്റജി വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് CGL സ്ട്രാറ്റജി വീഡിയോയിൽ എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. ബേസ് ലെവലിൽ നിന്ന് 3 ലെവലിൽ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക, ക്വസ്റ്റൻസ് ചെയ്യും. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നല്ല ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ അപ്രോച്ച് മാറി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ആ ലെവലിൽ പഠിക്കാൻ നോക്കുക. നിങ്ങൾ വേറെ എവിടെ പഠിച്ചാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫുൾ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.